കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. എന്നിട്ട് കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥ. ചോദ്യമാണ് അല്ലേ? മതത്തെ ബലാത്കാരമായ ഒന്നായി ഉപയോഗിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആധുനിക ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്താ? ഫാസിസം ആ രൂപത്തിൽ മനുഷ്യർക്കിടയിൽ പ്രവർത്തിക്കുന്നു. എന്നിട്ട് ആളുകൾക്കിടയിൽ അഭിപ്രായം ഉണ്ടാക്കുക. നിസ്കാരത്തയമ്പ് കുറിവെച്ചവൻ കുരിശു വെച്ചവൻ ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക. വൈവിധ്യങ്ങളെയും ബഹുസ്വരതകളെയും മനുഷ്യൻ ആസ്വദിക്കണമെന്നുള്ളതാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പ് മുതൽ നാം ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. ആ വൈവിധ്യങ്ങളെ ആസ്വദിക്കുക എന്നതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ലോകത്തിന് മുന്നിൽ വച്ചിരിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം. ദൈവിക ദൃഷ്ടാന്തങ്ങളെ വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ വിശദീകരിക്കുന്ന ഒരു ഭാഗം 39-ാം അധ്യായം സൂറത്തുർ റൂമിലുണ്ട്. അതിൽ വമിൻ ആയാത്തിഹി, അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും സൃഷ്ടിപ്പിനെ കുറിച്ച്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച്, കുടുംബ സംവിധാനങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞെടുത്ത് അതീവ ഗൗരവത്തിൽ പടച്ചതമ്പുരാൻ മനുഷ്യരോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഈ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ അതിൻ്റെ വൈവിധ്യങ്ങളിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. മനുഷ്യർക്കിടയിലെ വിവിധ ഭാഷകളിലെയും വിവിധ നിറങ്ങളിലും നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞാൽ വർണ്ണവൈവിധ്യങ്ങളെ സ്വീകരിക്കുവാൻ ഭാഷ എന്ന് പറയുന്നത് ഒരു സംസ്കാരത്തിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ്. ഓരോ നാട്ടിൽ ഓരോ ഭാഷ, ഓരോ പ്രദേശത്ത് ഓരോ സംസ്കാരം. ഈ സംസ്കാരങ്ങളെയും ഭാഷകളെയും നിറങ്ങളെയും ദൈവിക ദൃഷ്ടാന്തത്തിൻ്റെ മഹത്വരമായി കണ്ട് അതിനെ മാനിക്കണമെന്ന് പഠിപ്പിക്കുകയാണ് ഖുർആൻ ചെയ്തിട്ടുള്ളത്. മാത്രവുമല്ല, ഏതെങ്കിലും ഒന്നിനെ ഏകശിലാത്മകമായ ഒരു വസ്തുവിൽ കൊണ്ടുപോയി വെക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. പ്രകൃതിയിൽ പോലും ഈ ബഹുസ്വരത നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ലിഖിതമായ വേദഗ്രന്ഥമാണ്, അഥവാ ദൈവത്തിൻ്റെ അടുത്തുനിന്ന് അവതീർണമായി നമുക്ക് ലിഖിതമായി വായിക്കാൻ കഴിയുന്ന വേദഗ്രന്ഥത്തിൻ്റെ പേരാണ് വിശുദ്ധ ഖുർആൻ. എന്നാൽ ഖുർആനിനൊരു അലിഖിതമായ വിശദീകരണമുണ്ട്, എഴുതപ്പെടാത്ത ഒരു വിശദീകരണം. ആരെങ്കിലും എഴുതി വെച്ച വിശദീകരണത്തിനപ്പുറത്ത് വേദഗ്രന്ഥങ്ങളുടെ വിശദീകരണ ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് ഈ പ്രപഞ്ചമെന്ന മഹാപുസ്തകമാണ്. ഒരു പുരുഷായി സോദിയാലും പൊരുളറിയാത്ത സത്യങ്ങളെന്ന് കവി ഈ പ്രപഞ്ചത്തെ നോക്കി പറഞ്ഞിട്ടുണ്ട്. അത്രയും വിശാലമായ അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്. ഇതിൽ വൈവിധ്യങ്ങളാണ് ഇതിൻ്റെ സവിശേഷത. മലകൾ, കുന്നുകൾ, പുഴകൾ, നദികൾ, കാടുകൾ, കാട്ടാറുകൾ, സൗരഭ്യം പരത്തുന്ന പൂന്തോട്ടങ്ങൾ, നിരവധി നിരവധി. ബഷീറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സുന്ദരവും അതിഭീകരവുമായ മനോഹരമായ സൃഷ്ടി വൈവിധ്യങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ മനോഹരമായ അണ്ഡകടാഹത്തിൽ ഏകശിലാത്മകമായ ഏതെങ്കിലും ഒന്നിനെ കാണാൻ നമുക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ വൈവിധ്യങ്ങളെയും വൈജാത്യങ്ങളെയും സംഗീതം പോലെ ആസ്വദിക്കുവാൻ മനുഷ്യന് കഴിയണമെന്ന വേദഗ്രന്ഥം പഠിപ്പിക്കുന്നു. ഖുർആനിൽ പ്രകൃതിയെക്കുറിച്ച് പറഞ്ഞെടുത്തതാ പറഞ്ഞത്. വഫിൽ അർളി ഖിത്ഉൻ മുതജാവിറാത്ത്, 13-ാം അധ്യായം സൂറത്തുർ റഅദിന്റെ ആദ്യ ഭാഗത്ത് പടച്ചോൻ പറഞ്ഞു, നിങ്ങൾ അധിവസിക്കുന്ന ഭൂമിയിൽ വ്യത്യസ്ത കാണ്ഡങ്ങളുള്ള പ്രദേശങ്ങളുണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാം ഏത് വള്ളിയുള്ളതും വള്ളിയില്ലാത്തതും, പടരുന്നതും ഒറ്റത്തടിയായി പോകുന്നതും, ഒന്ന് മറ്റൊന്നിനേക്കാൾ മികച്ചു നിൽക്കുന്നതും. കായ്കനികളെ കൊണ്ട് സുലഭസുന്ദരമായ ഈ പ്രകൃതി എന്ന പാഠപുസ്തകത്തിൽ നിങ്ങൾക്ക് വൈവിധ്യങ്ങളെ വൈജാത്യങ്ങളെ ആസ്വദിക്കുവാൻ കഴിയുന്നുവെങ്കിൽ മനുഷ്യരെ
നിങ്ങൾക്കിടയിലെ വർണ്ണങ്ങളെയും ജാതികളെയും വ്യവസ്ഥിതികളെയും പരസ്പരം ബഹുമാനത്തോടെ നോക്കിക്കാണണമെന്ന മഹത്തായ മാനവികതയുടെ സന്ദേശമാണ് വേദഗ്രന്ഥം മനുഷ്യർക്ക് മുമ്പിൽ വെക്കുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ ഒറ്റ വാക്കിൽ പറഞ്ഞു, വലഖദ് കറംനാ ബനി ആദം. ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. ആദം സന്തതികൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരാണ്. അതിലെല്ലാ വിഭാഗം മനുഷ്യരും പെട്ടു. വർണ്ണമില്ല, ഭാഷയില്ല, ദേശമില്ല. മനുഷ്യൻ എന്ന ഒറ്റ പ്ലാറ്റ്ഫോമിൽ പരസ്പരം മാനിക്കപ്പെടേണ്ടതുണ്ട്. എത്രത്തോളം ഖുർആൻ ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ, ലോകത്തുള്ള ഏതെങ്കിലും ഒരർത്ഥത്തിൽ നിങ്ങൾ അധികാരങ്ങൾ ഒരു സമൂഹത്തിന്റെ മേലിൽ പ്രയോഗിക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആനിലെ ചെറിയൊരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ പരാമർശിക്കപ്പെട്ട വിഷയം മനുഷ്യത്വമാണ്. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. അല്ല, ആരെങ്കിലും അങ്ങനെ അവകാശപ്പെട്ടോ? ഏതെങ്കിലും പ്രവാചകന്മാർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് വന്നിട്ട് പറഞ്ഞു, ഞാൻ മുസ്ലിങ്ങളുടെ മാത്രം പ്രവാചകനാണ് എന്ന്? ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാതെ പ്രവാചക നിയോഗത്തെ അർത്ഥവത്താക്കി പ്രഖ്യാപിച്ച ഒരു വചനം, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തിന് കാരുണ്യമായിട്ടല്ലാതെ അങ്ങയെ നിയോഗിച്ചിട്ടില്ല എന്നാണ്. കാഫത്തൽ ലിന്നാസ്, മുഴുവൻ മനുഷ്യർക്കും വേണ്ടി എന്നാണ്. ബഷീർ, സന്തോഷ വാർത്ത ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുക. നദീർ, ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക. സിറാജ്, പ്രകാശം പോലെ, സൂര്യനെ പോലെ മനുഷ്യ മനസ്സുകളിൽ തേജസ്സോടെ തിളങ്ങി നിൽക്കുക എന്ന ഉജ്ജ്വലമായ വിശേഷണങ്ങൾ പ്രവാചകന് അള്ളാഹു നൽകിയത് മനുഷ്യർക്കിടയിൽ പ്രവർത്തിക്കാനാണ്. കമ്പാർട്ട്മെന്റ് വൽക്കരിക്കപ്പെടുന്ന, പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയെ അല്ല പ്രവാചകന്മാർ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും വിമോചന തത്വശാസ്ത്രം ഉയർത്തിപ്പിടിച്ച്, ദൈവശാസ്ത്രം ഉയർത്തിപ്പിടിച്ച് വേദവാക്യങ്ങൾ സമൂഹത്തിന് സമർപ്പിച്ച മഹാന്മാരാണ് പ്രവാചകന്മാർ. ആ പ്രവാചകന്മാര് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോ ഒരിക്കൽ പോലും വീതം വെച്ചിട്ടില്ല. അള്ളാഹു നിങ്ങളുടെ പടച്ചോൻ, ഖുർആൻ നിങ്ങളുടെ ഗ്രന്ഥം, ഇതൊക്കെ ഞങ്ങളുടെ ഗ്രന്ഥം. ഖുർആൻ ആർക്കാണ് വെളിച്ചമാകുന്നത് എന്ന് 2-ാം അധ്യായത്തിലെ ആദ്യ ഭാഗത്ത് സൂറത്തുൽ ബഖറയിലെ 2-ാമത്തെ വചനത്തിൽ പടച്ചോൻ പറഞ്ഞു, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ജീവിത വഴിയെ നന്നാക്കി ദൈവമാർഗത്തെ സ്വീകരിക്കുന്നവന് മാർഗദർശനത്തിന്റെ ഗ്രന്ഥമാണെന്നുള്ള കാര്യത്തിൽ ഒട്ടുമേ സന്ദേഹമില്ലാത്ത മഹാവേദഗ്രന്ഥം ഇതാ. ആ വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യന്റെ സവിശേഷത, ഒന്ന്, നിരന്തരമായ പ്രാർത്ഥനകൾ നിർവഹിക്കുന്നു. രണ്ടാമത്തത്, നിർബന്ധദാനം നിർവഹിക്കുന്നു. മൂന്നാമത്തത്, വരാനിരിക്കുന്ന മരണാനന്തര ജീവിതത്തിൽ ദൃഢബോധ്യമുള്ളവനാണ്. നാലാമത്തത്, താങ്കൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും പൂർവികരായ പ്രവാചകന്മാർക്ക് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിലും ദൃഢവിശ്വാസമുള്ളവർ എന്ന് പരിചയപ്പെടുത്തി. അതിന്റെ അർത്ഥം, ലോകത്ത് കഴിഞ്ഞ ഒരു വേദഗ്രന്ഥത്തെയോ ഒരു പ്രവാചകനെയോ പ്രവാചകന്മാരെയോ തള്ളിക്കളയാതെ ലോകത്തിന്റെ മുന്നിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച മാനവികത അത് എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ട് അള്ളാഹു എന്ന് പറഞ്ഞാൽ ഇലാഹിന്നാസ്, ജനങ്ങളുടെ ആരാധ്യൻ, മലിക്കിന്നാസ്, ജനങ്ങളുടെ രാജാവ്. അതുകൊണ്ട് ഖുർആൻ ആരോട് സംസാരിക്കുന്നു? ജനങ്ങളോട് സംസാരിക്കുന്നു. വേദഗ്രന്ഥങ്ങൾ ആരോട് സംസാരിക്കുന്നു? ജനങ്ങളോട് സംസാരിക്കുന്നു. പ്രവാചകന്മാർ ആരോട് സംസാരിച്ചു? ജനങ്ങളോട് സംസാരിച്ചു. ഇതാണ് നമുക്ക് വേദഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുക. അതുകൊണ്ട് വീതം വെപ്പും അവകാശവാദവും ഒരൊറ്റ വേദഗ്രന്ഥത്തിന്റെ പേരിലും ഒരൊറ്റ സമുദായത്തിനും പറയാൻ കഴിയില്ല എന്ന ഏറ്റവും വലിയ ഉറപ്പ് വേദഗ്രന്ഥമാണ് നമ്മുടെ മുമ്പിൽ വിൽക്കുന്നത്. 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിലെ 2-ാമത്തെ വചനം, കിതാബൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനദ്ദുലുമാത്തി ഇലന്നൂർ. എന്തിനാണ് വേദഗ്രന്ഥം? എന്തിനാ ഖുർആൻ? ജനങ്ങളെ പുറത്തു കൊണ്ടുവരണം. ഏതിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം? അന്ധകാരങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. നീതിയുടെ ശബ്ദമുയരണം. അശാന്തിക്ക് പകരം ശാന്തി ഉണ്ടാവണം. അസമത്വങ്ങൾ അവസാനിച്ച് സമത്വത്തിന്റെ നല്ല നാളുകൾ പുലരണം. ഏത് ജീവിത വിഭാഗത്തിനും അവകാശപ്പെട്ടതും അർഹതപ്പെട്ടതും എത്തിച്ചേരുവാൻ, അവർക്ക് അവകാശപ്പെട്ടത് കിട്ടാൻ, അങ്ങനെ നീതിയുക്തമായ, ശാന്തിസുന്ദരമായ, സമത്വബോധമുള്ള ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക് മഹാവെളിച്ചം നൽകുന്ന വേദഗ്രന്ഥം ആർക്കു വേണ്ടി? ഒറ്റ ഉത്തരമേ,
ഖുർആനിന് പറയാനുള്ളൂ ആ ഉത്തരമാണ് ജനങ്ങൾക്കു വേണ്ടി എന്ന. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? മുഴുവൻ മനുഷ്യരുമാണ്. അതുകൊണ്ട് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ജാതീയതയെ മതം അംഗീകരിച്ചിട്ടില്ല. പിന്നെ ജാതീയത ആരുണ്ടാക്കിയതാണ്? മനുഷ്യരുണ്ടാക്കിയതാണ്. ആ ജാതീയതയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് പ്രവാചകന്മാർ വന്നത്. മക്ക എന്ന് പറയുന്ന ദേശം 14 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് വിങ്ങിക്കടിയുന്ന ഹൃദയങ്ങളുണ്ടായിരുന്നു അവിടെ. അവരാരാ? അവര് മനുഷ്യരായിരുന്നു. മനുഷ്യരെന്ന് വിളിക്കാൻ അവർ കൊതിച്ചിരുന്നു. പക്ഷെ ആരും വിളിച്ചില്ല. മക്കയിലുണ്ടായിരുന്ന സവർണബോധമുള്ള ഖുറൈശിയിലെ പ്രമുഖരായ ആളുകൾ ബിലാലിനെ മനുഷ്യരെന്ന് വിളിച്ചോ? ഇല്ല. അമ്മാറിനെ അഭിസംബോധന ചെയ്തോ? അങ്ങനെ ഉണ്ടായിരുന്നില്ല. യാസിറിനെയും സുമയ്യയെയും റളിയല്ലാഹു അൻഹും അവരാരെയും മനുഷ്യരെന്ന് വിളിക്കാൻ ആ നാട്ടിലെ സവർണബോധമുള്ളവർ തയ്യാറായിരുന്നില്ല. പുരാതനാലയമായ കയഭാലയം സ്ഥിതി ചെയ്യുന്ന മക്കയിൽ സാധാരണക്കാർക്ക് നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ സവർണബോധമുള്ള മനസ്സുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ആഗ്രഹിച്ചു. ആരുടെ? യജമാനന്മാരുടെ കാലിത്തൊഴുത്തിനേക്കാളും താഴെയുള്ള ജീവിത അധമബോധത്തിൽ നിന്ന് ആ സാധാരണക്കാരായ മനുഷ്യർ ആഗ്രഹിച്ചു, ഞങ്ങളെയും മനുഷ്യരെ എന്ന് വിളിക്കുന്ന ഒരു ആൾ ഒരു കാലം വരുമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞു. അപ്പോഴാണ് ഇറാ ഗുഹയിൽ ധ്യാനനിമഗ്നനായി കഴിയുന്ന പ്രവാചകന് ദിവ്യബോധനത്തിന്റെ ദർശനമുണ്ടാകുന്നത്. ഇഖ്റ, വായിക്കുക എന്ന്. ആ വായന ചെറിയ വായനയായിരുന്നില്ല. കേവലം ആധ്യാത്മികമായ കേവല വായന മാത്രമായിരുന്നില്ല. മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്കുള്ള വായനയായിരുന്നു. പ്രപഞ്ചം എന്ന മഹാപുസ്തകത്തിലേക്കുള്ള വായനയായിരുന്നു. ആ വായനയിൽ കണ്ടെത്തേണ്ട ഒന്ന് മനുഷ്യത്വമാണ് എന്നുള്ളതാണ് വേദഗ്രന്ഥം നൽകിയ പ്രകാശം. ആ പ്രകാശവും കൊണ്ട് ഒരു നാട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ നാട്ടിലെ സഫ എന്ന് പറയുന്ന കുന്നിന്റെ മുകളിൽ നിന്ന് പ്രവാചകൻ, മനുഷ്യരെ, ഞാനിതാ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു കാര്യം. ആ കാര്യം എന്താണെന്നറിയുമോ? മനുഷ്യരെ, നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സട്ടാവിനെയാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന സമയത്ത് ആരാണ് പ്രവാചകനെ എതിർത്തതെന്നറിയോ? ആ നാട്ടിലെ ഏതെങ്കിലും സാധാരണക്കാരായിരുന്നില്ല. ജാതീയത ബാധിച്ച് അന്ധമായി പോയി മനുഷ്യത്വം തിരിച്ചറിയാൻ കഴിയാത്ത വിധം ജാതീയതയുടെ പുരപ്പുറത്ത് കയറി നിന്നവർ ഉറക്കെ വിളിച്ചു ചോദിച്ചു. എന്താ ചോദിച്ചത്? മുഹമ്മദ്, താങ്കൾ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത് എന്തിനാണ്? ഈ പറയപ്പെടുന്ന ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുള്ളപ്പോൾ ഞങ്ങളുടെ മുറിയിൽ കയറാൻ അവകാശം നിഷേധിക്കപ്പെട്ട്, ഞങ്ങൾ കഴിക്കുന്നത് പോലത്തെ ഭക്ഷണമില്ലാത്ത, ഞങ്ങൾ യാത്ര ചെയ്യുന്നത് പോലെ യാത്ര ചെയ്യാൻ അവകാശം നിഷേധിക്കപ്പെട്ട ഒരു ജനതയെ ഞങ്ങളുടെ തൊട്ടടുത്തിരുത്തണം എന്ന് പറയുന്ന ഈ ആവശ്യം പറയാൻ വേണ്ടിയിട്ടാണോ ഈ കുന്നിൻ ചെരുവിലേക്ക് ഞങ്ങൾ വന്നത്? 40 വർഷക്കാലം നേടിയെല്ലാം മീനതെന്ന ഖ്യാതി സത്യശീലൻ എന്ന് കവി പറഞ്ഞ മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വർഷക്കാലം മക്കക്കാർക്കിടയിൽ സത്യസന്ധനായ ഒരു മനുഷ്യൻ എപ്പോഴാണ് കള്ളനായി തീരുന്നത്? എപ്പോഴാണ് എന്തൊക്കെയോ മാറ്റി നിർത്തപ്പെടേണ്ടവനായി തീർന്നത്? എപ്പോഴാണ് ഒരു സമൂഹത്തിന് 13 വർഷക്കാലം എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ ബഹിഷ്കരിച്ചത്? എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ അവകാശങ്ങൾ നിഷേധിച്ചത്? ഒരു നാട്ടിൽ ഒരു ജനതയോട് ഐക്യപ്പെട്ടതിന്റെ പേരിൽ ആ ജനത ഏതായിരുന്നെന്നറിയുമോ? അധസ്ഥിത അക്രമ വിഭാഗത്തെ കൈപിടിച്ചുയർത്തുവാൻ മഹാനായ പ്രവാചകൻ വിമോചനത്തിന്റെ ശബ്ദം ഉയർത്തിയപ്പോഴാണ് മഹാനായ പ്രവാചകന് എതിർപ്പുകൾ ഉണ്ടായത്. ആ എതിർപ്പുകളെ പൂമാലയായി സ്വീകരിച്ചു. എന്തുകൊണ്ട്? ഇത് കേട്ടതാരാ? സാധാരണക്കാര്. ഏത് സാധാരണക്കാരെന്നറിയുമോ? പല കാരണങ്ങളാൽ പലായനം ചെയ്ത് മക്കയുടെ ഭൂമികയിലെത്തി അടിമത്തത്തിന്റെ അധമത്വം പേറി ജീവിക്കേണ്ടി വന്ന സാധാരണക്കാരായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ഇത്തരം ആളുകൾ അവർ കേട്ടു. കേട്ടപാതി അവരെന്റെ കാതിലെത്തിയ ശുദ്ധ സംഗീതം പോലെ ആസ്വദിച്ച് പ്രവാചകന്റെ ഓരത്തേക്ക് ഓടിയെത്തി. ആര്? ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. അമ്മാർ റളിയല്ലാഹു അൻഹു പണക്കാരല്ല, ഒരൊറ്റയും പണക്കാരല്ല, വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രം അപ്പുറത്തുനിന്ന് വന്നപ്പോ സാധാരണക്കാര് പ്രവാചകന് ചുറ്റും കൂടി. അവർ പീഡനങ്ങളേറ്റു. ഉറച്ച ശബ്ദത്തിൽ മാനവികതയ്ക്ക് വേണ്ടി മക്കയിൽ അവർ ഉയർന്നുകൊണ്ടേയിരുന്നു. എന്തിനു വേണ്ടി? മനുഷ്യരെ ഒന്നായി കാണണം.
ആ ആദർശമാണ്. മനുഷ്യരെ എന്ന് വിളിക്കാൻ മടിക്കുന്ന ആളുകൾ ചെറുതല്ല, നമ്മുടെ നാട്ടിൽ പോലും ഉണ്ടായിട്ടില്ലേ? എത്ര കാലം? എന്തിനാ വൈകുണ്ഠസ്വാമികൾ സമപന്തി ഭോജനം നടത്തിയത്? ആർക്കു വേണ്ടിയാ? അവർണര് സവർണര് കുഴിച്ചെടുത്ത കിണറ്റിൽ നിന്ന് വെള്ളം കോരിയാൽ അവർണർക്ക് അവകാശം നിഷേധിക്കപ്പെട്ട കാലത്താണ് വൈകുണ്ഠസ്വാമികൾ കിണർ കുഴിച്ച് ജാതീയതക്കെതിരെ സമരം നടത്തിയത്. ഇവിടെ സമപന്തി ഭോജനം എന്തിനാ? സമപന്തി ഭോജന സമരം നടത്തിയത് എല്ലാ വിഭാഗത്തെയും ഒന്നിച്ചിരുത്തി ഭക്ഷണം കഴിക്കാൻ നിഷേധിക്കപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു. ജാതീയത അത്രമേൽ ഭീകര സർപ്പമായി താണ്ഡവമാടിയ കാലത്ത് മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന ഒരു ആദർശം. ആ ആദർശം ഏതാണ്? ആ ആദർശമാണ് ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത്. ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത് ഒരു സമുദായത്തിന്റെ കുത്തകയല്ല, മനുഷ്യർക്കിടയിൽ. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ വിളിച്ചതാരെയാ? മനുഷ്യരെ വിളിച്ചിട്ട് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ നിങ്ങൾ ആരെ ആരാധിക്കണം? ഇതാണല്ലോ പ്രശ്നം, അല്ലേ? അവിടെ ആരാധിക്കപ്പെടുന്നതിന്റെ പേരിൽ ഇന്ന ജാതിക്കാർക്ക് കയറാൻ അവകാശമില്ല, ഇന്ന ജാതിക്കാർക്ക് പറയാൻ അവകാശമില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ മനുഷ്യരെ വിളിക്കുക. മനുഷ്യരെ കുറേ സംസ്കാരങ്ങൾ പഠിപ്പിച്ചു ഖുർആൻ. എന്താ? ഒന്ന്, നിങ്ങൾ പരസ്പരം പഴിച്ചാരരുത്, പരിഹാസമരുത്, പരനിന്ദയരുത്. ഇത് ആവർത്തിച്ചു പറഞ്ഞു ഖുർആൻ. എന്തിന്? ഒരു സമൂഹത്തിന്റെ സംസ്കാരം അതായിരിക്കണം. ഏത് സംസ്കാരം? ബഹുമാനിക്കണം. വിശുദ്ധ ഖുർആനില് ഒരധ്യായമുണ്ട്, സൂറത്ത് ഹുജ്റാത്ത്. ആ ഹുജ്റാത്ത് വർത്തമാനകാലത്ത് ഏറെ വായിക്കപ്പെടുകയും എഴുതി വെക്കപ്പെടുകയും ചെയ്യേണ്ട വിശാലമായ അർത്ഥത്തിൽ മാനവികത ഉയർത്തിപ്പിടിക്കുന്ന അധ്യായമാണ്. അതിന് ചില ഭാഗങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഒന്ന് വാർത്തയാണ്. ഒരു സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന വാർത്തകളുടെ പ്രചാരകരാവരുത് എന്ന് ഖുർആൻ പറയാ, മനുഷ്യരോട് പറയാ. എന്താ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടു, നമ്മൾ കേട്ടു, പലതിൻ്റെയും പിന്നാമ്പുറങ്ങളിൽ വർഗീയ സ്പർദ്ധയുടെ, സാമുദായിക സ്പർദ്ധയുടെ ആക്കം കൂട്ടുന്ന രൂപത്തിൽ ഇന്നത്തെ വർത്തമാനകാല വാർത്തകൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടതാ. നമുക്കറിയാം, ഈ സാഹചര്യങ്ങളെല്ലാം മനുഷ്യർക്കിടയിൽ വിള്ളലുണ്ടാക്കും. അതുകൊണ്ട് കേട്ട പാതി കേൾക്കാത്ത പാതി ഒരു വാർത്തയുടെ പ്രചാരകരാവരുത് എന്ന് ഖുർആൻ പറഞ്ഞത് നിസ്സാരമായൊരു കാര്യമാണെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ? മാനവിക പക്ഷ വായനയുടെ, നന്മയുടെ പ്രചാരകരാവണം എന്നാണ് ഖുർആൻ പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, വളരെ ലളിതമായി നമ്മൾ വായിച്ചു പോകുന്നതാണെങ്കിലും ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. എന്താ? ഖുർആനില് നിങ്ങൾ നിസ്കരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഭാഗം എങ്ങനെയാ? യാ അയ്യുഹല്ലദീന ആമനു അഖീമുസ്സലാ, വിശ്വാസികളെ നിങ്ങൾ നിസ്കരിക്കുന്ന. നോമ്പിനെ കുറിച്ച് പറഞ്ഞെടുത്തു അങ്ങനെയാ, ഒറ്റ പ്രയോഗം, യാ അയ്യുഹല്ലദീന ആമനു. എന്നാൽ ഒരു സമുദായം മറ്റൊരു സമുദായത്തെ പരിഹസിക്കരുത് എന്ന പ്രയോഗം വിശുദ്ധ ഖുർആനിൽ അഭൂതകരമായ പ്രയോഗമുണ്ട്. ആ പ്രയോഗം, പുരുഷന്മാരെ നിങ്ങളൊരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കരുത്, സ്ത്രീകളെ നിങ്ങളൊരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കരുത്. ഒരു സമുദായത്തിന്റെ പേരിൽ സ്പർദ്ധയുടെ പ്രയോഗങ്ങൾ നടത്താൻ പാടില്ല. ഒരു ജനതയെ മോശമായ പേരുകളിൽ നിങ്ങൾ അഭിസംബോധന ചെയ്യാൻ പാടില്ല. വലാ തനാബസൂ ബിൽ അൽഖാബ് ബിഇസ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ. വിശ്വാസത്തിന് ശേഷവും തെറ്റായ പേരുകളിലൂടെ ഒരു ജനതയെ നിങ്ങൾ അഭിസംബോധന ചെയ്യുന്നുവെങ്കിൽ നിങ്ങളാണ് ഏറ്റവും മോശക്കാർ. ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ജനതയെ കുറ്റപ്പെടുത്താൻ പാടില്ല. ഒരു സഹോദരന്റെ മാംസം തിന്നുന്നതിന് തുല്യമാണ് ഒരു ജനതയോട് നിങ്ങൾ വിദ്വേഷത്തിന്റെ, അപരവൽക്കരണത്തിന്റെ വിദ്വേഷം പരത്തുന്നത് എന്ന് ഖുർആൻ പറഞ്ഞതിന് ശേഷം ഓതിവെച്ച മനോഹരമായ ഒരു വേദവാക്യമാണ്, യാ അയ്യുഹന്നാസ്, മാനവരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, നിങ്ങളെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ വിവിധ വർഗങ്ങളാണ്, വിവിധ വർണ്ണങ്ങളാണ്. നിങ്ങളുടെ സമുദായത്തിന്റെ വണ്ണം കൊണ്ട്, തറവാടിന്റെ പൊലിമ കൊണ്ട്, നിങ്ങൾ നിറത്തിന്റെ മഹിമ കൊണ്ട്, കുലത്തിന്റെ പ്രത്യേകത കൊണ്ട് ദൈവസന്നിധിയിലേക്ക് അടുക്കാൻ കഴിയില്ല എന്ന് പഠിപ്പിച്ചു വേദഗ്രന്ഥം. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഏത് കുലത്തിൽ പിറക്കട്ടെ, ഏത് ജാതിയിൽ പിറക്കട്ടെ, ഏത് വിഭാഗത്തിൽ പിറക്കട്ടെ, ഏത് സമുദായത്തിലാവട്ടെ, ഏത് തറവാട്ടിലാവട്ടെ, നിങ്ങൾക്ക് വിശ്വാസത്തിന്റെ തെളിച്ചമുണ്ടോ, നിങ്ങൾക്ക് വിശുദ്ധിയുടെ മാർഗമുണ്ടോ എങ്കിൽ നിങ്ങൾ ആരാണെങ്കിലും ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, മാനവികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതാണ്. ഇന്ന ജാതിയിൽപ്പെട്ടവർക്ക് മാത്രമാണ് ഈ ലോകത്ത് പുണ്യം ചെയ്യാൻ അവകാശമുള്ളൂ എന്നല്ല,
നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ടതാവട്ടെ, നിങ്ങൾ ഏത് ഭാഷ സംസാരിക്കുന്നവരാവട്ടെ, നിങ്ങൾ ഏത് വർണ്ണം സ്വീകരിക്കുന്നവരാവട്ടെ, ദൈവവിശ്വാസത്തിൽ ഏകദൈവ ആരാധനയുടെ പകിട്ടുണ്ടോ, വിശ്വാസത്തിന്റെ കരുത്തുണ്ടോ, നിങ്ങളാണ് ദൈവത്തിന്റെ അടുത്ത് ഏറ്റവും ആദരണീയൻ. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ഇത് കേട്ടപ്പോഴാണ് ലോകത്ത് വിമോചനത്തിന്റെ ഉജ്ജ്വലമായ സൗന്ദര്യങ്ങൾ നമ്മൾ കണ്ടത്. മക്കയിൽ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ മനുഷ്യരായി അവരംഗീകരിക്കപ്പെട്ടു, പ്രവാചകന്റെ ഓരത്തെത്തി. അല്ലേ, മക്കാ വിജയത്തിന്റെ അന്ന് മഹാനായ പ്രവാചകനിലേക്ക് കുറെ പേർ വന്നു. എന്താ? രക്തരഹിത വിപ്ലവം, മക്കാ വിജയം, ആദായവുൽ മർഹമ, കാരുണ്യത്തിന്റെ ദിനമെന്ന് പ്രവാചകൻ പ്രഖ്യാപിച്ചത്. അന്ന് വരെ പ്രവാചകനെ ശത്രുപക്ഷത്ത് നിർത്തിയ അബൂ സുഫിയാൻ, ഹിന്ദ്, ജുബൈർ, ഖുറൈശി പ്രമാണിമാർ ഇസ്ലാമിലേക്ക് വന്നു. അങ്ങനെ വന്നപ്പോഴോ അവരെ പ്രമുഖരായ ആളുകളൊക്കെ നിൽക്കുന്ന സദസ്സിൽ കയഭാലയത്തിന്റെ മുകളിൽ അല്ലാഹു അക്ബർ എന്ന ബാങ്ക് വിളിക്കണം. ആര് വിളിക്കും? നമ്മൾ ആരെ സ്വീകരിക്കും? അല്ലേ, നമ്മൾ കഴിവുകളെ പരിഗണിക്കാറുണ്ടോ? പലപ്പോഴും നമ്മളും ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. മഹാനായ പ്രവാചകൻ അന്വേഷിച്ചത് അബൂ സുഫിയാനെ ആയിരുന്നില്ല, അവിടെയുണ്ടായിരുന്ന ഏതെങ്കിലും ആ നാട്ടിലെ പ്രമാണിയെ ആയിരുന്നില്ല. അവരെ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിച്ചിട്ടുണ്ട്, അവർക്ക് കൊടുക്കേണ്ട സ്ഥാനവും കൊടുത്തിട്ടുണ്ട്. പക്ഷേ നാദസ്വരങ്ങളുടെ നിളയൊഴുക്കുന്ന മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം അത്രമേൽ സൗന്ദര്യമുള്ളതാണ്. ആ സൗന്ദര്യമുള്ള ശബ്ദത്തെ മഹാനായ പ്രവാചകൻ അന്വേഷിച്ചു. എന്നിട്ടോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച ഒരു കാര്യമുണ്ട്. എന്താ? ബിലാലെ കുടുക്ക് ബാങ്ക് എന്നാ. ബിലാലെ, ഈ പുരാതനാലയത്തിന്റെ മുകളിൽ കയറി നിന്ന് ഉറക്കപ്പറ, കയഭാലയത്തിന്റെ മുകളിൽ കയറി. ആരോട്? ഉമയ്യത്തിന്റെ ക്രൂരതയാൽ കരിങ്കല്ല് നെഞ്ചിലേറ്റി ചാട്ടവാറുകൊണ്ട് അടികൊണ്ട മക്കയുടെ മണലാരണ്യത്തിൽ 23 വർഷങ്ങൾക്കു ശേഷം സുന്ദരമായ ഒരു പ്രഭാതം, ഒരു സായം സന്ധ്യ. ആ സന്ധ്യാനേരത്ത് മസ്ജിദിന്റെ മിനാരങ്ങൾ കേട്ടത് ലോകത്തെ ഏതെങ്കിലും പ്രമുഖ വ്യക്തിയുടെ ശബ്ദമായിരുന്നില്ല. അന്ന് വരെ അടിച്ചമർത്തലിന്റെ സ്വരമുയർന്നിരുന്ന ആ നാട്ടിൽ അതേ മനുഷ്യൻ ഉറക്കെ പറഞ്ഞു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന്. ഇലാഹിന്റെ വീട്ടിലേക്ക് ആദ്യം ക്ഷണിക്കുവാൻ ഇശലായതെന്ന് കറുത്ത നീഗ്രോ, കല്ലല്ല മരമല്ല ആദിത്യ ചന്ദ്രന്മാരേതുമല്ല, സൃഷ്ടിച്ചതേകൻ അവനുതാൻ പ്രാർത്ഥന സൃഷ്ടബിംബങ്ങൾ തകർന്നിടുന്നു. ആ ചന്ദ്രതാരം സ്വലാത്തു ചൊല്ലും, ആകുമോ അങ്ങേക്ക് മധുഹ് തീർക്കാൻ, പ്രവാചക മധുഹ് തീർക്കാൻ. അല്ലേ, ആ ചന്ദ്രതാരം സ്വലാത്തു ചൊല്ലിയാലും ആവില്ല അവിടുത്തെ മധുഹ് തീർക്കാൻ. അത്രമേൽ ഇലാഹിന്റെ വീട്ടിലേക്ക് ആദ്യം ക്ഷണിക്കുവാൻ ഇശലായതെന്ന് കറുത്ത നീഗ്രോ. ഇലാഹിന്റെ വീട്ടിലേക്ക് ആദ്യം ക്ഷണിക്കാൻ വന്നത് മഹാനായ ബിലാല്. എന്താ പറഞ്ഞത്? കല്ലല്ല മരമല്ല ആദിത്യ ചന്ദ്രന്മാരേതുമല്ല, കല്ലുമല്ല മരവുമല്ല, സൂര്യനല്ല ചന്ദ്രനല്ല. ആരാധിക്കപ്പെടേണ്ടത് ആരാണ്? ഈ മഹാപ്രപഞ്ചത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സൃഷ്ടാവായ ഏകനായ പടച്ച തമ്പുരാനെ മാത്രമാണ് ആരാധിക്കേണ്ടത്. അവൻ മാത്രമാണ് മഹോന്നതൻ എന്ന് വിളിച്ചു പറയുന്ന ദൈവപ്രകീർത്തനത്തിന്റെ ഉജ്ജ്വലമായ പ്രഖ്യാപനം അല്ലാഹു അക്ബർ. ആ പ്രഖ്യാപനം മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു നടത്തുന്നു. എല്ലാ ജാതീയതയും അവിടെ അവസാനിക്കുന്നു. ഹജ്ജത്തുൽ വിദാഇന്റെ അവസാനത്തെ പ്രസംഗത്തിൽ പ്രവാചകൻ ഒരു സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞതും ഇതാണ്: എല്ലാ തരത്തിലുള്ള ജാതീയതയും ഇവിടെ അവസാനിക്കുന്നു, കുടിപ്പകകളില്ല. അതുകൊണ്ട് ഒരറബിക്ക് അനറബിയേക്കാൾ പ്രത്യേകതയില്ല. കുല്ലുക്കും മിൻ ആദം, ആദമിൻ തുറാബ്. എല്ലാവരും ആദമിന്റെ മക്കളാണ്. ആദമോ മണ്ണിൽ നിന്നാണ്. മണ്ണിന് പല ഗുണങ്ങളുണ്ട്, പല സവിശേഷതകളുണ്ട്, പല നിറങ്ങളുണ്ട്. മനുഷ്യരിലും ഈ വൈജാത്യമുണ്ട്. അതുകൊണ്ട് ഇവിടെയുള്ളവർ ഇല്ലാത്തവരിലേക്ക് ഈ മഹാസന്ദേശത്തിന്റെ പ്രഘോഷണവുമായി കടൽ കടന്ന് അങ്ങകലേക്ക് പോകണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകത്തോട് പ്രഖ്യാപിച്ചു. ആ മാനവികതയാണ് വിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിച്ചത്, പ്രവാചകൻ ഉയർത്തിപ്പിടിച്ചത്, വേദഗ്രന്ഥം ഉയർത്തിപ്പിടിച്ചത്. മനുഷ്യർക്കിടയിൽ ഹൃദയബന്ധങ്ങളെ കോർത്തിണക്കുന്ന ഉജ്ജ്വലമായ പ്രഖ്യാപനം. ആ പ്രഖ്യാപനം എങ്ങനെയാണ് സാധ്യമായത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഉജ്ജ്വലമായ
വിശ്വാസത്തിന്റെ വിമോചനത്തിന്റെ അർത്ഥശാസ്ത്രം ഉയർത്തിപ്പിടിച്ചപ്പോഴാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് തോന്നും എന്തോ മുസ്ലിങ്ങളുടെ മുദ്രാവാക്യം പോലെ കേട്ടുപോകുന്ന ഒന്നായി പറഞ്ഞോ പഠിപ്പിച്ചോ അങ്ങനെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ എന്താ അതിൻ്റെ അർത്ഥം? ഈ ലോകത്തെ സൃഷ്ടിച്ച ഒരു പ്രപഞ്ചനാഥൻ, അവൻ ആരാണ്? അവൻ ഏകനാണ്, അവന് പങ്കുകാരില്ല. വിശുദ്ധ ഖുർആൻ മുൻ പൂർവികരായ പ്രവാചകന്മാരും ചോദിച്ച എബ്രഹാം പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ സംഭവം എടുത്തുദ്ധരിച്ചുകൊണ്ടാണ് ഇബ്രാഹിം നബിയെ ആദരിക്കുന്നവരും ബഹുമാനിക്കുന്നവരും ലോകത്തെമ്പാടുമില്ലേ. വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിമ ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ. 19-ാം അധ്യായം സൂറത്ത് മറിയമിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിമ ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ. വേദഗ്രന്ഥത്തിൽ പരാമർശിക്കപ്പെട്ട സതീർത്ഥ്യനായ ചരിത്ര പുരുഷൻ ഇബ്രാഹിമിന്റെ ചരിത്രഗാഥയിലൂടെ നിന്റെ വായനകൾ നീ മുന്നോട്ട് കൊണ്ടുപോവുക. എന്താ ഇബ്രാഹിം നബി ഒരു സമൂഹത്തോട് പറഞ്ഞിരുന്നത്? നിങ്ങൾ ആരാധിക്കേണ്ടത് ഈ പ്രപഞ്ചത്തിന്റെ സത്താവായ ഏകനായ ദൈവത്തെ മാത്രമാണ് എന്ന് ഇബ്രാഹിം നബി പറഞ്ഞു. നൂഹ് നബി പറഞ്ഞു, ദാവൂദിന്റെ സങ്കീർത്തനങ്ങൾ പറഞ്ഞു, സുലൈമാൻ നബിയുടെ സുവിശേഷങ്ങൾ പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ ഈസാ നബിയുടെ സന്ദേശങ്ങൾ ആവർത്തിച്ച് ഖുർആൻ പറഞ്ഞിട്ട് പറഞ്ഞു ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ എല്ലാം ദൈവം ഒന്നാണ് എന്ന്. അതേ കാര്യം മഹാനായ പ്രവാചകൻ ആ വേദഗ്രന്ഥങ്ങളെയും പ്രവാചകന്മാരെയും സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ആരാധിക്കേണ്ടത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സൃഷ്ടാവായ ഏകനായ ദൈവത്തിന് മാത്രമാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ പ്രകീർത്തനങ്ങൾ എല്ലാം അർപ്പിക്കേണ്ടത് സൃഷ്ടികളുടെ മുന്നിൽ അർപ്പിക്കാൻ പാടില്ല. കാരണം അവർ ഒരു കാലത്ത് ജീവിച്ച് ഒരു കാലത്ത് അടയാളപ്പെടുത്തി ഒരു കാലത്തോട് നിരന്തരം സംവദിച്ച് അവരുടെ അവധി എത്തിയപ്പോ അവരറിയാതെ ദൈവസന്നിധിയിലേക്ക് തിരിച്ചുപോയിരിക്കുന്ന ഏതെങ്കിലും ഒരു സൃഷ്ടിയുടെ മുമ്പിലല്ല നിന്റെ പ്രാർത്ഥനകൾ അവതരിപ്പിക്കപ്പെടേണ്ടത്. പകരം ഉറക്കമില്ലാത്ത മയക്കമില്ലാത്ത ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ശക്തനായ ദൈവം തമ്പുരാൻ, ആ ദൈവം തമ്പുരാനെ മാത്രം ആരാധിക്കണം, ആ പടച്ച തമ്പുരാനോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന മാനവികതയുടെ വിശ്വാസത്തെ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചു, ആ പ്രവാചകന്മാർ അവതരിപ്പിച്ചു. ആ വിശ്വാസത്തെയും ആ പ്രവാചക സന്ദേശങ്ങളെയും ആവർത്തിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനും മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരാവർത്തി കൂടെ സമൂഹത്തോട് സംവദിച്ചു കൊണ്ടേയിരുന്നു. എന്തിന്? മനുഷ്യന് വിമോചനങ്ങൾ സാധ്യമാകണം. അതാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു അല്ലേ? ലോകത്ത് വിജ്ഞാനത്തിന്റെ മാറ്റങ്ങൾ ഉണ്ടായി, വിപ്ലവകരമായ മാറ്റങ്ങൾ സാധ്യമായി. അടിച്ചമർത്തപ്പെട്ട ഒരു ജനത പതിയെ പതിയെ ഉയർന്നു വന്നു. നമ്മളതാണ് കണ്ടത് അല്ലേ? ഇവിടെ ആളുകൾ പറയാറുണ്ട്, എന്ത് 6-ാം നൂറ്റാണ്ടിലേക്ക് നിങ്ങൾ തിരിച്ചു നടക്കുകയാണോ എന്ന് ചോദിക്കാറുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ആധുനിക പുരോഗമനവാദങ്ങൾ അങ്ങനെ അവതരിപ്പിക്കപ്പെടുകയാണ്. മാനവികതയെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസം മാനവികതയെ ഉയർത്തുന്നു. അതുകൊണ്ടാണ് എന്താണ് വിശ്വാസം ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ അന്ന് വരെ ആരും അറിയപ്പെടാതിരുന്ന ഒരു കാലം. സുകുമാർ കക്കാടിന്റെ നബിചരിതം എന്ന് പറയുന്നൊരു കാവ്യസമാഹാരമുണ്ട്. അതിൽ പറയുന്നുണ്ട് അറേബ്യ എന്താന്ന് അല്ലേ? അറേബ്യ അന്ധകാരത്തിൽ അമർന്നുപോയ കാലം അല്ലേ? ലഹരിയുടെയും യുദ്ധത്തിൻ്റെയും കൊതിമൂത്ത് ഭീകര സർപ്പങ്ങളായി ആടിയുലഞ്ഞിരുന്ന ഒരു നാട്. ആ നാട് പിന്നീട് അവിടെ അടയാളപ്പെടുത്തി, ലോകത്തിന്റെ നാനാഭാഗത്ത് അടയാളപ്പെടുത്തി. MP വീരേന്ദ്രകുമാര് എഴുതിയ ഒരു ലേഖനത്തിൽ കാണാൻ കഴിയുന്നെന്തെന്നറിയോ? അറബികൾ നടന്നുപോയ വഴികളിലെല്ലാം വിജ്ഞാനത്തിൻ്റെയും മാനവികതയുടെയും വിത്ത് പാകിയിട്ടുണ്ട്. അങ്ങനെയാണ് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതീരങ്ങൾ വിജ്ഞാനത്തിൻ്റെ ഉജ്ജ്വലമായ ശോഭയാൽ ഉയർന്നു നിന്നത്. എത്ര ഗ്രന്ഥാലയങ്ങൾ, എത്ര കഥകൾ, എത്രയെത്ര. ഇതാരാ നശിപ്പിച്ചത്? നിർമ്മാണാത്മകമായൊരു സംസ്കാരത്തിന് മതം മുന്നോട്ട് വന്നു. മക്കയിലും മദീനയിലെയും പ്രവാചകന്റെ ഇടപെടലുകൾ ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് വിശാലമായ ചിന്തയുടെ ഉദയം, നാഗരികതയെ തുറന്നു, മാനവികത തുറന്നു. ബാഗ്ദാദിന്റെ തെരുവീതികളും സ്പെയിനിന്റെയും ഷാം, ജോർദാൻ, ഫലസ്തീൻ ഉൾപ്പെടെയുള്ള ഒരു സിറിയ പോലെയുള്ള ഒരു കാലത്തെ ഏറ്റവും വലിയ സർഗസംവാദത്തിന്റെ വേദിയൊരുക്കിയ നാടുകൾ, ആ നാടുകളെ സൃഷ്ടിക്കപ്പെട്ടത് മതബോധത്തിന്റെയും മതവിശ്വാസത്തിന്റെയും മനുഷ്യന്റെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മരണം വരെ വിശ്രമമില്ലാതെ വിയർപ്പ് തുള്ളികളുമായി കർമ്മോത്സുകമായ സമരസജ്ജമായി ജീവിതവും മരണവും അവസാനിപ്പിക്കപ്പെടേണ്ടതുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ഒരു വേദഗ്രന്ഥത്തിന്റെ സംഭാവനയായിരുന്നു അത്. തകർക്കപ്പെട്ടതാരാ? 1001 രാവുകളുടെ കഥ പറഞ്ഞ അബ്ദുല്ലാഹിബ്നു മുഖഫഹിന്റെ ഖലീലാവധിംനയെ സ്വീകരിച്ച, അബുൽ അത്താഹിയുടെ തത്വശാസ്ത്രങ്ങളുടെ കവിതാ സമാഹാരങ്ങളെ സ്വീകരിച്ച,
ഇബ്നു റുഷ്ദിന്റെയും ഫാറാബിയുടെയും ഫിലോസഫിയെ സ്വീകരിച്ച ഇമാം റാസിയുടെയും അതേപോലെ ഉണ്ടായിരുന്ന ഇബ്നു സീനയുടെയും ഉൾപ്പെടെയുള്ള വൈദ്യശാസ്ത്രങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട ആ ബാഗ്ദാദിന്റെ തെരുവീതികളെ ആര് തകർത്തു? മതം തകർത്തോ? അല്ല, ലോകത്ത് സാമ്രാജ്യത്വ ശക്തികൾ കൈവച്ച് തകർത്തു. മാനവികതയെ ചോദ്യം ചെയ്യുന്നത് ആരാണ്? സാമ്രാജ്യത്വവും ഫാസിസവുമാണ്. സാമ്രാജ്യത്വവും ഫാസിസവുമാണ് എല്ലാ കാലത്തും മാനവികതയെ ചോദ്യം ചെയ്തത്. കൈകാലുകൾ ഛേദിക്കപ്പെട്ട് ഒരു കുട്ടി തെരുവിൽ കിടക്കുമ്പോ ആ കുട്ടിയുടെ നെറ്റിയിലേക്ക് ചെടുചുംബനം കൊടുക്കുന്ന അമ്മയുടെ ചിത്രത്തിന് നോക്കിയിട്ടാണ് മണലു കരിഞ്ഞു മണക്കും യന്ത്ര കാക്കമലർന്നു പറക്കുന്നു, താഴെ തുടിയിൽ തലകീറി ചുടു ചോരയൊലിക്കും ബാല്യങ്ങൾ. ഇത് ബാഗ്ദാദാണ്. അമ്മ പറഞ്ഞു ഒരറബിക്കഥയിലെ ബാഗ്ദാദ്. കാളയിറച്ചി കടയിലെ തറയിൽ ചോര തെറിച്ചുള്ള നാമ്പു കരിഞ്ഞു, ആരവം അവിടെ എന്ന് മുരുകൻ കാട്ടാക്കട ബാഗ്ദാദ് എന്ന കവിത എഴുതിയത് അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികൾ നിർമ്മാണാത്മകമായ സർഗാത്മകമായ സാഹിത്യവാസനയെയും നിർമ്മാണാത്മകമായ ഒരു ചരിത്ര ദൗത്യത്തെയും തകർത്തതിന്റെ ഫലമായിട്ടാണ്. മതം പറഞ്ഞത് എന്താണ്? ആ മാനവികതയെ ഉയർത്തിക്കൊണ്ടുവരണമെന്നാണ്. അതാണ് ലോകത്ത് മതം പഠിപ്പിച്ചിരിക്കുന്നത്. ചെന്നയിടത്തെല്ലാം അന്വേഷണാത്മകമായ ഒരു ബോധത്തെയും മാനവികതയെയും ഉയർത്തിക്കൊണ്ടുവന്നു. അതുകൊണ്ട് മതവിശ്വാസം മനുഷ്യനെ ഏതെങ്കിലും അർത്ഥത്തിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒന്നല്ല, മനുഷ്യനെ ഉയർച്ചയിലേക്ക് കൈപിടിക്കുന്ന ഒന്നാണ്. എല്ലാ രൂപത്തിലും അങ്ങനെയാണ്. സാമൂഹിക പ്രതിബദ്ധതയുടെ വിഷയത്തിലും മതം ഉയർത്തിപ്പിടിച്ചതായി എല്ലാ മതങ്ങളും ഇത് ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. എല്ലാ മതങ്ങളും ഇത് ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ഒരു മതവും ഒരു ജനതയെ നശീകരിപ്പിക്കുക എന്നുള്ള പ്രവർത്തനത്തിന് കൂട്ടുനിൽക്കുന്നില്ല. പിന്നെ എന്തിന് ലോകത്ത് ഇവർ മതത്തെ കൂട്ടുപിടിക്കുന്നു? അവരുടെ രാഷ്ട്രീയം ചെലവഴിക്കണം അല്ലേ? ഫലസ്തീനിൽ നോക്കൂ നിങ്ങൾ, 1000 നക്ഷത്രങ്ങളിൽ 2 നക്ഷത്രങ്ങൾ ഞങ്ങൾക്ക് താ, 1000 തിരകളിൽ ഞങ്ങൾക്ക് 2 തിരകൾ തന്നേക്കൂ, 1000 തരി മണ്ണുകളിൽ 1 തരി മണ്ണെങ്കിലും ഞങ്ങൾക്ക് താ. വിലപിക്കുകയാണ് ആര്? ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ. ആ കുഞ്ഞുങ്ങളുടെ പ്രശ്നം എന്താണ്? 6000-ലേറെ കുഞ്ഞുങ്ങൾ ആശുപത്രിയിൽ മരിച്ചു വീഴുമ്പോ അവരുടെ മതത്തിന്റെ പ്രമാണം തെരഞ്ഞ് അഭിപ്രായം പറയുന്നതിനപ്പുറത്ത് മാനവിക ബോധമുള്ള മനുഷ്യരോടൊപ്പം നിൽക്കാൻ ഇവിടെയുള്ള മനുഷ്യർക്ക് കഴിയണം. അതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ പറഞ്ഞ് സമൂഹത്തിൽ അത്തരത്തിലുള്ള അവസ്ഥകൾ സൃഷ്ടിക്കല്ല വേണ്ടത്. ഏത് മനുഷ്യനാണെങ്കിലും പിടയുന്ന ഹൃദയത്തോടൊപ്പം നിൽക്കാൻ കഴിയണം. അതാണ് മതം പഠിപ്പിക്കുന്നത്. ലോകത്ത് എത്ര കാലമായി ആരുണ്ടാക്കിയ പ്രശ്നമാണ്. ആരോരുമില്ലാത്ത കുറേ ആളുകൾ കൂടി നിങ്ങൾക്കിതാ ഞങ്ങൾ തരാം. ഒരു ദിവസം രാവിലെ ഒരു ദിവസം വിളിച്ചിട്ട് പറയാം, മനുഷ്യരില്ലാത്ത ഭൂമി മനുഷ്യർക്ക് സൗഹാർദ്ദപരമായി സ്നേഹപരമായി ജീവിച്ച ഒരു നാട്ടിൽ, ഏത് ഖമറിന്റെ കാലത്ത് അദ്ദേഹം എഴുതി കൊടുത്ത ഒരു കരാറുണ്ട്. ആർക്ക്? അവിടെ ജീവിക്കുന്ന ക്രിസ്ത്യാനികൾക്ക്. അന്ന് ക്രിസ്ത്യാനികളാണ് അവിടെ. എന്താ കൊടുത്തത്? നിങ്ങളിവിടെ ഇസ്ലാമിന്റെ കീഴിൽ ഇസ്ലാമിക രീതികൾ സ്വീകരിക്കണമെന്നല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മതമനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള സർവാധികാരവും എന്റെ ഭരണകാലയളവിലെന്നല്ല ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എഴുതിയത്. എന്താ എഴുതിയെന്നറിയോ? ലോകാവസാനം വരെ ഈ ബൈത്തുൽ മുഖദ്ദസിന്റെ സമീപത്ത് താമസിച്ചു കൊണ്ടിരിക്കുന്ന ഇതര മതവിശ്വാസികൾക്ക് പൂർണ്ണമായ സംരക്ഷണം ഇവിടെയുള്ള മുസ്ലിം ഭരണാധികാരികൾ ഉറപ്പു തരുന്നു എന്ന് മതമൈത്രിയുടെ, മാനവമൈത്രിയുടെ, മാനവികതയുടെ സന്ദേശം എഴുതി കൊടുത്ത ഭരണാധികാരിയുടെ പിൻഗാമികളാണ് മുസ്ലിം സമുദായം. അവരാണ് അഭിപ്രായം പറയുന്നത്. പിടയുന്ന കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയിട്ട് ആരെടുത്താലും അവർക്ക് വിട്ടുകൊടുക്കരുത് എന്നൊക്കെ പറയുമ്പോ ഒരല്പമെങ്കിലും മനുഷ്യത്വത്തിന്റെ ഭാഗത്ത് നിൽക്കുവാൻ കഴിയണമെന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ അത്തരം വിഷയങ്ങളോട് പറയാനുള്ളൂ. മാനവികതയാണ് വിഷയം. മനുഷ്യരാണ് തകരുന്നത്. അത് കണ്ടു നിൽക്കണം അല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ആശുപത്രികളിൽ കിടക്കുന്ന മനുഷ്യർക്ക് അവകാശം നിഷേധിക്കപ്പെടുക അല്ലേ? 40 കിലോമീറ്ററും 25 കിലോമീറ്റർ നീളവും 10 കിലോമീറ്റർ വീതിയുമുള്ള ഒരു നാട്ടിൽ പടക്കപ്പലുകൾ അയച്ചു. ആര്? ബ്രിട്ടൻ, അമേരിക്ക. ആരെ തകർക്കാൻ? നിരായുധികരായ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അല്ലേ? പൊതികളെ പേറ്റുവാങ്ങി ഒരു ദിവസം രാവിലെ കിടക്കുമ്പോ, രാത്രി കിടക്കുമ്പോ കുഞ്ഞുങ്ങളെ അപ്പുറത്ത് കിടത്തി പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വരുമ്പം 3-4 കുട്ടികൾ ഒരു വീട്ടിൽ മരിച്ചു കിടന്ന് അവരുടെ മയ്യത്തേറ്റു വാങ്ങി ഖബറിലേക്ക് പോകുന്ന രക്ഷിതാക്കളുടെ മനോവികാരത്തെ കണക്കിലെടുക്കാതെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ മതപക്ഷത്തു നിന്നല്ല, മാനവിക പക്ഷത്തു നിന്നല്ല. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കണം. ഇതാണ് ഇന്ന് സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം. ലോകത്തെവിടെയെല്ലാം മാനവികതയെ തകർത്തിട്ടുണ്ടോ അത് സാമ്രാജ്യത്വമാണ്.
അവരുടെ ലോകരാഷ്ട്രീയത്തിലേക്കുള്ള ഇടനാഴികയായി മതത്തെയും മതവിശ്വാസത്തെയും ഉൾപ്പെടുത്തി ഭീകരമായൊരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് സമൂഹത്തെ ഭിന്നിപ്പിക്കുക എന്ന നിരന്തരമായ രീതിയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സാമ്രാജ്യത്വ ശക്തികൾ സ്വീകരിക്കുന്നത്. അതിൻ്റെ നേർക്കാഴ്ചയാണ് നമ്മൾ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളും. നിങ്ങൾ ആലോചിക്കുക, മതം പഠിപ്പിച്ചത് നിർമ്മാണാത്മകമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കണം. അതുകൊണ്ട് ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, എന്ത് നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ളവനെ കാണണം, അയൽപക്കത്തെ കാണണം എന്ന് പറഞ്ഞില്ലേ? അബൂദറിനോട് പറയാം, മലയാളത്തിന്റെ കവി ചോദിച്ചില്ലേ, ആർക്കു വേണ്ടി നീ ഉയർത്തുന്നു ഈ മതിലുകൾ, ആരെയാണ് നീ പേടിക്കുന്നത്? നിന്റെ ആരാധനയിൽ ഞാൻ വന്ന് തടസ്സപ്പെടുത്തിയിട്ടില്ല, നിന്റെ ഭക്ഷണ തളികയിൽ ഞാൻ കൈയിട്ട് വാരിയിട്ടില്ല, എന്നിട്ടും എന്തിന് അല്ലേ? എന്നിട്ടും എന്തിന്? മനുഷ്യപക്ഷ വായന നടക്കണ്ടേ? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രസിദ്ധമായ അദ്ദേഹത്തിന്റെ അനുഭവ കഥകളിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ വൈക്കത്ത് തലയോലപ്പറമ്പിലെ വീട്ടിൽ എൻ്റെ കുട്ടിക്കാലത്ത് വൈകുന്നേരം സന്ധ്യാ നമസ്കാരത്തിന് തൊട്ടു മുമ്പ് എൻ്റെ വീട്ടിലെല്ലാവരും ഒത്തുചേരും. ആരൊക്കെ ഉണ്ടാവും? എൻ്റെ ബാപ്പ കായി അബ്ദുറഹിമാൻ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ കുഞ്ഞാത്തുമ്മ, ഞാൻ മുലകുടിച്ചു വളർന്ന എൻ്റെ അമ്മ നങ്ങേലി ചേച്ചിയുടെ മകൻ ദാമു, ഞാനവനെ നത്തുദാമു എന്ന് വിളിക്കും. ഔസേപ്പേട്ടനും നങ്ങേലി ചേച്ചിയും നത്തുദാമുവും അബ്ദുൽ ഖാദറും ഞാനും എൻ്റെ ഉമ്മായും എൻ്റെ ഉപ്പായും ഒന്നിച്ചിരുന്ന് നാട്ടിലെ സറ പറഞ്ഞ് തൊടിയിൽ വളരുന്ന എൻ്റെ ഉപ്പ നട്ടു വളർത്തിയ വാഴപ്പഴം അത് ഞങ്ങൾക്ക് പറിച്ചു തരുമ്പോ ആ സ്നേഹമുള്ള വാഴപ്പഴം നുണഞ്ഞ് നല്ല മധുരമുള്ള കഥകൾ പറഞ്ഞ ഒരു നിലാവുള്ള രാവ് ഞങ്ങളൊക്കെ ആസ്വദിച്ചിരുന്നു. എന്നാൽ ഇന്ന് പണ്ടത്തെ പോലെ നിലാവ് നമ്മുടെ നാട്ടിലില്ല. സാമൂഹികവൽക്കരണം അനിവാര്യമായൊരു ഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ അങ്ങാടികൾ, ചായക്കടകൾ, നാട്ടിൻപുറങ്ങൾ ഈ സാമൂഹിക സംസ്കരണത്തിൻ്റെ ഉജ്ജ്വലമായ മാർഗങ്ങളായിരുന്നു. അതടയ്ക്കപ്പെടുന്നു. അതടയ്ക്കപ്പോനെ കാണണ്ടേ? കാണാത്തോനെന്ത് മതം? അതാണ് മതം പഠിപ്പിക്കുന്നത് അല്ലേ? നിങ്ങൾ മറ്റുള്ളവരെ കാണണം. ഇപ്പോൾ പുരോഗമനം എന്ന് പറഞ്ഞ് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ എഴുതിത്തള്ളി ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വലിയ പുരോഗമനമായി കൊണ്ടുവരുന്ന പല സംഗതികളും വിശദമായി സംസാരിക്കേണ്ടതുണ്ട്. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് വരുന്ന ആൾ സംസാരിക്കുമായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര ആധുനികവാദത്തിൻ്റെ ലിബറലിസത്തിൻ്റെ ഇരകളല്ലേ നമ്മുടെ സമൂഹം. എന്താ ലിബറലിസം പഠിപ്പിച്ചത്? മതം പഠിപ്പിച്ചത് നിർമ്മാണാത്മകമായി നിന്റെ തൊട്ടപ്പുറത്ത് അബൂദറേ, നീ കറി വെക്കുമ്പോൾ നിന്റെ കറിയിൽ ഇത്തിരി വെള്ളം കൂടുതൽ വെക്കണം. എന്തിന്? നിന്റെ അയൽക്കാരന് കൊടുക്കാൻ മതം പഠിപ്പിച്ചു. ലിബറലിസം പറഞ്ഞതെന്താ? നീ അനുഭവിക്കുക, ജീവിതം നിന്റേത് മാത്രമാണ്. ഏത് സ്വീകരിക്കണം ആധുനിക ലോകം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ അല്ലെ? നിന്റെ ജീവിതം നിന്റേത് മാത്രം പഠിപ്പിച്ചു കൊടുത്തു. ലഹരി അത് നിനക്ക് എത്ര ഉപയോഗിക്കാം, നിന്റെ അല്ലേ? കണ്ടു എത്ര കുഞ്ഞുങ്ങളുടെ കണ്ണുനീരുണ്ട് ഈ നാട്ടിൽ. വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ പേരിലാണോ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ പേരിലാണോ എത്ര ആളുകൾ, എത്ര മനുഷ്യരെ കൊന്നൊടുക്കി? എത്ര കുഞ്ഞുങ്ങൾ ചാന്ദിനിയില്ലേ, നക്ഷത്രയില്ലേ? എണ്ണിയാലൊടുങ്ങാത്ത കുഞ്ഞുങ്ങളുടെ കണ്ണീരുകൾ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നില്ലേ? അവരതിന്റെ ഇരകളായി തീരുന്നില്ലേ? പാതി വിടർന്നൊരു പൂമൊട്ടു ഞാൻ എൻ്റെ മോഹങ്ങൾ വാടി കരിഞ്ഞുപോയി, ഏതോ കരങ്ങളിൽ ഞെങ്ങിഞ്ഞെരിഞ്ഞെൻ്റെ ഓരോ തലവും പൊലിഞ്ഞുപോയി. ഇത് പഠിപ്പിച്ചിട്ടില്ലേ? ഇത് നമ്മുടെ നാടുകളിലല്ലേ അല്ലേ? എന്നിട്ടോ ഇരതൻ മുഖങ്ങൾ ഇരുട്ടത്തിലും കഴുകൻ മുഖങ്ങൾ വെളിച്ചത്തിലും അല്ലേ? എന്നിട്ട് വൈകുന്നേരം അന്തിച്ചർച്ച, പന്നിയെപ്പോലെ മുരുളുന്നു പത്രങ്ങൾ, പാത്രങ്ങളായി വിളമ്പുന്നു ഛർദി മണക്കും പ്രഭാത സദ്യ. ഇതല്ലേ നമ്മുടെ നാട്? ഇത്തരത്തിൽ ഇരകളെ സൃഷ്ടിക്കുന്ന ആധുനികവാദം അവർ പറഞ്ഞുകൊണ്ടിരിക്കുക. മൂല്യങ്ങൾ വേണ്ട. മൂല്യങ്ങൾ എന്നെല്ലാം പറയുന്നത് ഒരു സങ്കല്പം മാത്രമാണ്. അതുകൊണ്ട് ധാർമ്മികത വേണ്ട. അതുകൊണ്ട് നിന്റെ അയൽക്കാരനെ നീ കാണണ്ട, നിന്റെ അമ്മയെ കാണണ്ട അല്ലേ? പെറ്റ് നൊന്ത് പ്രസവിച്ച അമ്മയെ കാണണ്ട എന്ന് പഠിപ്പിക്കുക. മാനവിക വിരുദ്ധം, മനുഷ്യത്വ വിരുദ്ധം. കാറ്ററിംഗ് സർവീസ് പോലെ അവരെ എടുത്ത് അവസാനം 6 അടി മണ്ണിലേക്ക് താഴ്ത്തുമ്പോ വൈകാരികമായൊരു നിമിഷം പോലെ ഖുർആൻ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. നീ എത്ര പുണ്യവാനായാലും നിന്റെ മാതാവിനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാത്തവന് എന്ത് മതബോധം? നിന്റെ പിതാവിനെ സംരക്ഷിക്കാത്തവന് എന്ത് മതബോധം? നീ ചേർത്ത് പിടിച്ച് അവിടെ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ വെറുതെ ചെലവിന് കൊടുക്കണമെന്ന് മാത്രമല്ല, നീ കൊടുക്കേണ്ടത് നല്ല വാക്കുകൾ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഈറ. പ്രാർത്ഥനാ നിർഭരമായി അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഹൃദയത്തിന്റെ താളമാക്കണം. അവർക്ക് വയ്യാതെ വരുമ്പോ
അവർക്കാണ് സ്വർഗം എന്ന് പഠിപ്പിക്കുന്നു മതം. ആധുനികത അതിനെതിർക്കുന്നു. ഇതിന് മനുഷ്യത്വത്തിന്റെ ഭാഗത്ത് നിൽക്കാനാണ് മതം പഠിപ്പിക്കുന്നത്. ഇതിനെതിർക്കുകയാണ്. ഏത് രംഗത്തും, സാമ്പത്തിക രംഗത്തായാലും ഏത് വിഷയത്തിലായാലും മാനവിക പക്ഷ വായന നടക്കണം എന്നാണ് മതം ആവശ്യപ്പെടുന്നത്. അതേ സ്ഥാനത്ത് എനിക്കിന്നതാണ് പുരോഗമനമെന്ന് പറയുന്ന ആധുനിക ലോകത്തിന്റെ തെറ്റായ ചിന്താഗതികളെ സമൂഹത്തിന് അവതരിപ്പിച്ചു കൊടുക്കുന്നു. ഇതിലേത് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇതാണ് എല്ലാ വിഷയത്തിലും, മനുഷ്യരോട് സംസാരിക്കുന്ന വിഷയത്തിൽ എല്ലാവരോടും. അതുകൊണ്ട് മതവിശ്വാസം മനുഷ്യനെ ഒരിക്കലും സാമൂഹികമായി അകറ്റുകയല്ല, അടുപ്പിക്കുക ചെയ്യുന്നത്. എല്ലാ മതങ്ങളും പകയുണ്ടോ? ജ്ഞാനപ്പാന വായിക്കുന്ന മനുഷ്യന് പകയുണ്ടാവൂ? നിങ്ങൾ ആലോചിച്ചു. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ എന്നിട്ട് കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥ. ചോദ്യമാണ് അല്ലേ? മതത്തെ ബലാത്കാരമായ ഒന്നായി ഉപയോഗിക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആധുനിക ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഫാസിസം ആ രൂപത്തിൽ മനുഷ്യർക്കിടയിൽ പ്രവർത്തിക്കുന്നു. എന്നിട്ട് ആളുകൾക്കിടയിൽ അഭിപ്രായം ഉണ്ടാക്കുക. നിസ്കാരത്തയമ്പ് കുറിവെച്ചവൻ, കുരിശു വെച്ചവൻ ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക. ഈ അങ്ങാടിയിൽ വരുമ്പോൾ അതാണ് പൂന്താനം ചോദിച്ചത്, കൂടിയല്ല പിറക്കുന്ന നേരത്തും. മാപ്പിളപ്പാട്ടിന്റെ കവി ചോദിച്ചിട്ടുണ്ട്, പള്ളിപ്പറമ്പിലെ കാട്ടിനുള്ളിൽ അവരെത്ര പേരുണ്ടാക്കൂരിരുട്ടിൽ അവരെ പറ്റി ഓർക്കാറുണ്ടോ നമ്മൾ അവിടെ ചെന്നൊരു തുള്ളി കണ്ണീര് വാർക്കാറുണ്ടോ? അല്ലേ? എത്ര മനുഷ്യന്മാർ മരിച്ചുപോയി, എത്ര ആളുകൾ പോയി. കൂടിയല്ല പിറക്കുന്ന നേരത്തും. ജനിച്ചതൊറ്റക്ക്, ആരെന്നറിയില്ല, എങ്ങനെയെന്നറിയില്ല. ഇവിടെ വന്നപ്പോഴാണ് മലയാള നാട്, സുന്ദരനാട് അല്ലേ, ഇതെൻ്റെ ഉപ്പ, എൻ്റെ ഉമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, നമ്മളൊക്കെ തിരിച്ചറിഞ്ഞത് നാട്ടിൽ വന്നതിന് ശേഷം അല്ലേ. കൂടിയല്ല മരിക്കുന്ന നേരത്തും. മരിക്കുമ്പോൾ നമ്മൾ ഒറ്റക്കാണ്. ആര്, എന്താ, എപ്പാ, എങ്ങനെയാന്ന് ആർക്കറിയാം? എത്ര പേർ മരിച്ചുപോയി, എത്ര പേര് പള്ളിപ്പറമ്പിലുണ്ട്, എത്ര മനുഷ്യരുണ്ട് നമ്മുടെ കൂടെ ജീവിച്ച മനുഷ്യർ. ആ മനുഷ്യരില്ലേ, അവരൊക്കെ പോയില്ലേ? മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് പാലത്ത് ബസാറില് വൈകുന്നേരം മീൻ വാങ്ങാൻ വരുമ്പോ, ചായ കുടിക്കാൻ വരുമ്പോ, അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോ മതത്തിന്റെ നിറം നോക്കുന്നു നിങ്ങൾ, ആരാധനാലയത്തിന്റെ നിറം നോക്കുന്നോ? എന്തിനെ മത്സരിക്കുന്നതെന്തിനു നാം വൃഥ? ഇത് ചോദിച്ചതാരാ? പൂന്താനം. ഇത് ചെല്ലുന്ന മനുഷ്യന് ഒരാളെ കൊല്ലാൻ കഴിയോ? വസിഷ്ഠൻ കാട്ടിൽ വന്ന് രാമനോട് പറയാ, രാമ രാമേതി സീതേതി ലക്ഷ്മണേതി, രാമ രാമ സീതേ ലക്ഷ്മണ എന്ന് പറഞ്ഞ് നിന്റെ അച്ഛൻ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ കേട്ടു നിൽക്കാൻ കഴിയാതെ കുഴഞ്ഞു വീണ ശ്രീരാമന ഒരു ജനതയെ ഇല്ലാതാക്കാൻ കഴിയോ? ആ ശ്രീരാമനെ കൂട്ടുപിടിച്ചിട്ട് ഇന്ത്യയിൽ ഫാസിസത്തിന്റെ വിത്തുപാകിയ ഒരു മനോഭാവത്തെ സൃഷ്ടിക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെയുള്ള ആളുകൾ. ഇതിനെ ജനാധിപത്യ ബോധം കൊണ്ട്, മാനവികത കൊണ്ട് എതിർക്കാൻ നമുക്ക് കഴിയണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആധുനിക ഇന്ത്യ മണിപ്പൂരിൽ നമ്മൾ കണ്ടതാ. മണിപ്പൂരിലെ ജനങ്ങളെ തമ്മിലടിപ്പിച്ചു. എന്തിനാ? ഈ കലാപകലുഷിതമായ അന്തരീക്ഷം ഇവിടെ നിൽക്കണം. ഇന്ത്യ എന്ന് പറഞ്ഞാൽ എത്ര മനോഹരമായ രാജ്യ, വൈവിധ്യങ്ങളുടെ പറുദീസയാണ് ഇന്ത്യ. അതിൻ്റെ കുന്നുകളിൽ, അതിൻ്റെ നദികളിൽ, അതിൻ്റെ വർണ്ണാഭമായ പ്രകൃതിയിൽ പോലും ഈ വൈവിധ്യമുണ്ട്. അത് നമ്മൾ പഠിപ്പിക്കപ്പെടുക, നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക. ഇന്ത്യ ഏകശിലാത്മകമായ ഒരു രാഷ്ട്രമല്ല എന്ന് പഠിപ്പിച്ചിട്ട് പറഞ്ഞു, ഇന്ത്യ വൈവിധ്യങ്ങളുടെ നാടാ. അവിടെ ഹിന്ദുവുണ്ട്, ക്രിസ്തുവുണ്ട്, മുസൽമാനുണ്ട്, ജൈനനുണ്ട്, ബുദ്ധനുണ്ട്, പല പ്രാദേശിക മതങ്ങളുണ്ട്, പ്രാദേശിക ഭാഷകളുണ്ട്, പ്രാദേശിക സംസ്കാരങ്ങളുണ്ട്, കർണാട്ടിക് സംഗീതത്തിന്റെ മധുരമുണ്ട്, ഹിന്ദുസ്ഥാനി സംഗീതമുണ്ട്. ഇങ്ങനെ വൈവിധ്യങ്ങളുടെ കലാരൂപങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വൈവിധ്യത്തിന്റെ പേര് ഇന്ത്യ. ആ ഇന്ത്യയെ ഒന്നാക്കണമെന്ന് പറഞ്ഞതാരാ? 1920കൾക്ക് ശേഷം ഒരു സംഘടനയായി രൂപം കൊണ്ട് 1924 ഈ ഇന്ത്യയിൽ ഏകശിലാത്മകമായ ഒരു രാഷ്ട്രം വേണമെന്നും ആ രാഷ്ട്രത്തിന്റെ അധികാരം പായേണ്ടത് ആര്യരക്തമുള്ള ഞങ്ങളാണ് എന്നും മറ്റെല്ലാവരും ഞങ്ങളെ അനുസരിക്കപ്പെടേണ്ടതാണ് എന്ന ചാതുർവർണ്ണ്യ വ്യവസ്ഥിതിയെ മുന്നോട്ട് കൊണ്ടുവന്നത് ഇവിടെയുള്ള സംഘപരിവാരമാണ്. അവർ ഈ ആശയം പറഞ്ഞുകൊണ്ടേയിരുന്നു എത്ര കാലം. അതേ സമയത്ത് രാമചന്ദ്ര ഗുഹൈ പറയുന്നുണ്ട്, MS ഗോൾവാൾക്കർ പറഞ്ഞു, ഈ രാജ്യത്തെ ഹിന്ദുക്കൾ മാത്രമാണ് ഇവിടെയുള്ളവർ. ഏത് ഹിന്ദു? ഹിന്ദുത്വ എന്ന് പറയുന്ന ആ ജാതീയത അംഗീകരിക്കുന്ന ഹിന്ദു മാത്രം. ബാക്കിയുള്ളവരൊക്കെ ആരെയാണ്?
അവരൊക്കെ വൈദേശികളാണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഇപ്പുറത്ത് ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനയ്ക്ക് രൂപം കൊടുത്തു. മൗലാന അബുൽ കലാം ആസാദ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാക്കന്മാർ, ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവായിരുന്ന മൗലാന അബുൽ കലാം ആസാദ്, MS ഗോൾവാൾക്കർ ഈ നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കുമ്പോ അദ്ദേഹം പറഞ്ഞു, കുതുബ് മിനാറിന്റെ മുകളിൽ നിന്ന് ഒരു മാലാഖ വന്ന് ചോദിക്കുന്നു, ഈ രാജ്യത്ത് ഹിന്ദു മുസ്ലിം ഐക്യം വേണമോ, അതല്ല ഇവിടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമാണോ വേണ്ടത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെക്കാൾ എനിക്ക് വലുത് ഹിന്ദു മുസ്ലിം ഐക്യമാണ് എന്ന് മൗലാന അബുൽ കലാം ആസാദ് പ്രഖ്യാപിച്ചു. ഗാന്ധി ഈ നാട്ടിന്റെ ഇടനാഴികളിലൂടെ സഞ്ചരിച്ചു. ഏത് കാലം വരെ? 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യ സമരം ആഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോ ഗാന്ധി എവിടെയില്ല. ഗാന്ധി എവിടെയാ? ഗാന്ധി പറഞ്ഞത്, എനിക്കെങ്ങനെ ആഘോഷിക്കാൻ കഴിയും? ഇന്ത്യയുടെ ആത്മാവ് മുറിപ്പെട്ടിരിക്കുന്നു. എങ്ങനെ? പല പ്രദേശങ്ങളിലും വർഗീയമായ ആളുകൾ നിൽക്കുന്നു. ഇന്ത്യ വർഗീയമായി നിൽക്കേണ്ടതല്ല, ഇന്ത്യ ഒന്നിച്ചു നിൽക്കേണ്ടതാണ് എന്ന് ഈ നാട്ടിൽ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കപ്പെട്ട ഗാന്ധി, ആ ഗാന്ധി രാഷ്ട്രപിതാവ് ഈ രാജ്യത്ത് ഉടനീളം നടന്നത് ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടിയായിരുന്നു. അങ്ങനെ ജവഹർലാൽ നെഹ്റു, അദ്ദേഹം ഒരു ഭൗതികവാദിയാണ്, പക്ഷേ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഒരു മതത്തിന്റെ പേരിലും നമ്മുടെ ഭരണഘടന തുടങ്ങരുത്. അവിടെ സർവ്വസ്വതന്ത്രമായി സമത്വബോധത്തോടെ നീതിബോധത്തോടെ ഒരു ഭരണഘടനയായിരിക്കണം ഇന്ത്യയുടേത് എന്ന് നെഹ്റുവും അവിടെ ഉണ്ടായിരുന്ന BN റാവുവും ഡോക്ടർ BR അംബേദ്കർ ഉൾപ്പെടെയുള്ള ആളുകൾ ഉറക്കെ പ്രഖ്യാപിച്ചു. BR അംബേദ്കർ ഈ ഭരണഘടന ലോകത്തിന് രാജ്യത്തിന് സമർപ്പിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഏതെങ്കിലും ഒരു ദിവസം ഈ രാജ്യത്തിന്റെ ഭരണഘടന ജനാധിപത്യ വിരുദ്ധനായ ഒരാളുടെ കയ്യിലെത്തിക്കഴിഞ്ഞാൽ ഇത് ദുരുപയോഗം ചെയ്യപ്പെടുമെന്ന് പ്രഖ്യാപിച്ചയാളാണ് ഡോക്ടർ BR അംബേദ്കർ. എത്രത്തോളം അമൈൻമെന്റ് വ്യവസ്ഥിതികൾ ഭരണഘടനയിൽ വെച്ചപ്പോൾ പോലും അദ്ദേഹം പറഞ്ഞു, ന്യൂനപക്ഷങ്ങൾക്ക് നേരെ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ എടുത്തുപയോഗിക്കുവാൻ ഇവിടെ ജനാധിപത്യ ബോധമില്ലാത്ത മനുഷ്യൻ അധികാരത്തിലെത്തിയാൽ അത് ഉപയോഗപ്പെടുത്തുമെന്ന് പഠിപ്പിച്ചു. അതുകൊണ്ട് രാജ്യം ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യ ആരുടേതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യ ഇന്ത്യയിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരുടേതുമാണ്. ഒരാളുടെയും കുത്തകയൊന്നുമല്ല. ജനാധിപത്യ ബോധമാണ്, ഇന്ത്യയുടെ മതേതരത്വമാണ്. അതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ, പക്ഷേ അതിനെ തകർക്കപ്പെടാൻ ബോധപൂർവമായ ശ്രമങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അതിൻ്റെ ഭാഗമാണ് ദേശീയ വിദ്യാഭ്യാസ നയം പതിയെ പതിയെ കൊണ്ടുവരുന്നു. വിദ്യാഭ്യാസ നയത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മൗലാന അബുൽ കലാം ആസാദില്ല, അല്ലാമ ഇഖ്ബാലില്ല, പേർഷ്യ തകർന്നിരിക്കുന്നു, പല പ്രദേശങ്ങളും തകർന്നിരിക്കുന്നു, ഹിമാലയത്തിനിപ്പുറം ഭാരതമേ നിന്റെ കോട്ട ഭദ്രമാണ്. ഇവിടെ മതം പഠിപ്പിക്കുന്നില്ല, വൈര്യം സ്നേഹത്തിന്റെ ആശയങ്ങൾ പകർന്നു നൽകുന്നു. കഥകളിൽ പോലും കഥകളിൽ കാണില്ല, ഭാരതമേ വർഗീയതയ്ക്ക് വേണ്ടി നിന്റെ നാവനക്കിയാൽ കഥകളിൽ പോലും നിന്റെ കഥ വായിക്കാൻ കഴിയില്ലെന്ന് കവിത എഴുതിയ അല്ലാമ ഇഖ്ബാൽ. ആ അല്ലാമ ഇഖ്ബാൽ ഇന്ന് പാഠപുസ്തകത്തിലില്ല. മൗലാന അബുൽ കലാം ആസാദില്ല. ഇന്ത്യയിലെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ഗാന്ധി മ്യൂസിയത്തിൽ ഗാന്ധിയെ കൊല്ലുന്ന ചിത്രങ്ങൾ എടുത്തു കളഞ്ഞ് അവിടെ മഹത്വവൽക്കരണത്തിന് ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. നെഹ്റുവിന്റെ പേരിലുള്ള മ്യൂസിയത്തിന്റെ പേര് മാറ്റുന്നു. മുഗളന്മാരുടെ മനോഹരമായ ചരിത്ര സത്യങ്ങളെ എടുത്തുമാറ്റി ചരിത്ര പുനരാഖ്യാനം നടത്തി ഫാസിസത്തിന്റെ കരാളഹസ്തങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ജനാധിപത്യ ബോധവും മതേതരത്വ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്നവരായി മാറാൻ കഴിയേണ്ടത് ഈ കാലത്തിന്റെ അനിവാര്യതയാണ് എന്ന് തിരിച്ചറിയേണ്ടത് കൂടെയുണ്ട്. എന്താ കാര്യം? ഇല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ ഇനി പഠിപ്പിക്കാൻ പോകുന്നത് 1947 ശേഷമുള്ള ക്ലാസിക്കൽ ഹിസ്റ്ററിയും അതിനു മുമ്പുള്ള ഹിസ്റ്ററിയും ഒക്കെയാണ്. അതിലൊന്നും ഈ പറയപ്പെട്ടവരുണ്ടാവില്ല. മുസോളിനി നടപ്പിലാക്കിയൊരു സിദ്ധാന്തമുണ്ട്, 6ാമത്തെ വയസ്സിൽ കുട്ടിയെ ഞങ്ങൾക്ക് തന്നാൽ 16ാമത്തെ വയസ്സിൽ തിരിച്ചു തരാം എന്ന് പഠിപ്പിക്കുന്ന ആ ഭരണാധികാരി അംഗീകരിക്കുന്നവരുടെ വാഴ്ത്തുപാട്ടുകൾ പാടുന്ന, ഭരണാധികാരിയെ വാഴ്ത്തുപാട്ട് പാടുന്ന ഒരു ആളെ തരാമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ലോകത്തെ കൊണ്ടുപോവാണ്. അതുകൊണ്ടാണ് വർഗീയതയുടെ വിഷം ചീറ്റുന്ന പലതും നമ്മൾ കാണേണ്ടി വരുന്നത്. കുട്ടിയുടെ മുഖത്തടിക്കുന്ന അധ്യാപികയെ നമ്മൾ കാണേണ്ടി വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതൊക്കെ ദേശീയ വിദ്യാഭ്യാസ നയം വന്നു കഴിഞ്ഞാൽ പല അപകടമുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു സംസ്കാരമുണ്ട്, SCRT. നമ്മുടെ സംസ്ഥാന സർക്കാർ പൊതുവിദ്യാലയങ്ങളിലെ നമ്മുടെ തൊട്ടടുത്തുള്ള ആ പൊതുവിദ്യാലയത്തിൽ കയറി ചെല്ലുന്ന കുട്ടി പഠിക്കുന്ന പാഠങ്ങൾ മതേതര മൂല്യങ്ങളുടേതാണ്. ഹിസ്റ്ററി, ചരിത്രം അങ്ങനെയാണ്. ആ വക്കം അബ്ദുൽ ഖാദർ മൗലവിയല്ല, വക്കം അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ചരിത്രമുണ്ട്. ചരിത്ര പുസ്തകത്തിൽ പഠിക്കുന്നുണ്ട് കുട്ടികൾ.
പരിശുദ്ധ റമദാനിന്റെ വെള്ളിയാഴ്ച രാവിൽ ബ്രിട്ടീഷുകാരോട് പടപൊരുതി കഴുമരത്തിലേക്ക് പോയ ആ മനുഷ്യൻ തൻ്റെ പ്രിയപ്പെട്ട കുടുംബക്കാർക്ക് എഴുതിയ കത്തിനെ കുറിച്ച് കുട്ടികൾ പഠിപ്പിക്കുന്നുണ്ട്. ദേശീയ ബോധം. ഇവിടെ ഉണ്ടായിരുന്ന നവോത്ഥാന നായകന്മാരെ കുറിച്ച്, രാജാറാം മോഹൻ റോയിയെ കുറിച്ച്, പിന്നെ സ്വാമി ദയാനന്ദ സരസ്വതിയെ കുറിച്ച്, ജ്യോതിറാവ് ഫുലെയെ കുറിച്ച്, സർ സയ്യിദ് അഹമ്മദ് ഖാനെ കുറിച്ച്, സ്വാമി വിവേകാനന്ദനെ കുറിച്ച്, ഇങ്ങ് കേരളത്തിലേക്ക് വന്നാൽ വൈകുണ്ഠ സ്വാമിയെ കുറിച്ച്, പൊയ്കയിൽ അപ്പച്ചനെ കുറിച്ച്, അയ്യങ്കാളിയെ കുറിച്ച്, വില്ലുവണ്ടി സമരം നടത്തിയ ചട്ടമ്പിയെ കുറിച്ച്, വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ച്, ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഇതെല്ലാം കുട്ടികൾ പഠിക്കുന്നുണ്ട്. പഠിക്കുമ്പോൾ അവരിൽ ദേശീയ ബോധം, സാമൂഹിക ബോധം വളരും. അതൊക്കെ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ നാട് മറ്റൊരവസ്ഥയിലേക്ക് മാറും. അതുകൊണ്ട് സ്നേഹത്തിനും സാഹോദര്യത്തിനും സൗഹൃദത്തിനുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യമുള്ളത് എന്ന് തിരിച്ചറിയണം. മനുഷ്യനെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കുന്ന, മനുഷ്യനെ സന്തോഷത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംസ്കാരവും ഒരു പാരമ്പര്യമൊക്കെയാണ് നമുക്കുള്ളത്. അതൊക്കെയാണ് പഠിക്കേണ്ടത്, അതൊക്കെയാണ് പാഠമാക്കേണ്ടത് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട്. ആ ഒരു സമര പാരമ്പര്യമൊക്കെ നമുക്കുണ്ട്. ഓരോന്നിനെയും ചരിത്രാഖ്യാനം നടത്തി മാറ്റി നിർത്തപ്പെടുന്ന കാലത്ത് 1921 സമര പോരാട്ടങ്ങളെ വർഗീയ കലാപമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുക. നിങ്ങൾ ആലോചിച്ചു നോക്കുക. അന്ന് നടന്ന സമരം കർഷകർക്കു നേരെ ജന്മിമാരും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരും നടത്തിയ കയ്യേറ്റത്തിനെതിരായിരുന്നു. പക്ഷേ ആ കയ്യേറ്റത്തെ പോലും വർഗീയമായി ചിത്രീകരിച്ചു. അന്ന് അവരെ കൊന്നുതള്ളി ഹിച്ച്കോക്കിൻ്റെ പ്രതിമ ഉള്ളംപുറത്ത് വെച്ചപ്പോഴാണ് കമ്പളത്ത് ഗോവിന്ദൻ നായരും പി ഭാസ്കരൻ മാഷും പാട്ടെഴുതിയത്. മഞ്ഞണിഞ്ഞ മാമല മലയാളതിങ്ങും നാട്ടില് അന്നിരൂപത്തൊന്നില് കൊന്നു തള്ളിയില്ലേ എന്നൊക്കെ തുടങ്ങുന്ന ഗാനം അന്ന് കമ്പളത്തെഴുതിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നിരുന്ന കമ്പളത്ത് അന്നെഴുതിയ വരികൾ സമര പോരാട്ടത്തിന് വീര്യം പകർന്നു. മഞ്ചേരി 5-6 മൈൽ ദൂരത്തില് സഞ്ചരിക്കുന്നോർക്ക് കാണാനാകുമേ നീരത്തില് ചത്തുപോയ ഹിച്ച്കോക്ക് സാഹിബിന്റെ സ്മാരകം ചാത്തനെ കുടി വെച്ച പോലെ ആ ബലാലിൻ സ്മാരകം രാജ്യസ്നേഹം വീറുകൊണ്ട ധീരരുണ്ട് ഈ നാട്ടില് രക്ഷ വേണമെങ്കിൽ മണ്ടിക്കൊട്ടവേർ ഇംഗ്ലണ്ടില്. ഈ കവിതയുടെ 24 മണിക്കൂർ കഴിയുമ്പോൾ ഹിച്ച്കോക്കിൻ്റെ പ്രതിമ തകർക്കപ്പെട്ടു. അതുകൊണ്ട് സാഹോദര്യത്തിൻ്റെ നാടാണ് നമ്മുടേത്. ഇവിടെ സാമൂതിരി രാജാവ് പോർച്ചുഗീസ് അധിനിവേശത്തിനെതിരെ സമര പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പള്ളി മിമ്പറിൽ നിന്ന് പ്രസംഗിക്കണമെന്ന് ഈ കോഴിക്കോട്ടെ പണ്ഡിതന്മാർ പറഞ്ഞു. ഫതുൽ മുബീൻ എന്ന് പറയുന്ന പ്രഖ്യാപിതമായ കവിതാ സമാഹാരത്തിൽ നമുക്കത് വായിച്ചെടുക്കാൻ കഴിയും. ഇങ്ങനെ സമര പോരാട്ടത്തിൻ്റെ വീര്യങ്ങളിലും ധാർമ്മികതയുടെയും സാമൂഹിക പരിരക്ഷയുടെയും വീതിയിലും നമ്മളാരും മതം തെരഞ്ഞിട്ടില്ല. നമ്മൾ സൗഹൃദത്തിൻ്റെ വേദിയാണ് തെരഞ്ഞത്. അത് തകർന്നു പോകാൻ പാടില്ല. ആ സൗഹൃദത്തിൻ്റെ സായം സന്ധികളെ തിരിച്ചു കൊണ്ടുവന്ന് മൂല്യമുള്ള സാമൂഹിക സാംസ്കാരിക ബോധത്തിലേക്ക് ഉയരാൻ നമുക്ക് സാധിക്കണം എന്നുള്ള സൗഹൃദത്തിൻ്റെ സന്ദേശം കൂടിയാണ് വിശ്വമാനവികതയ്ക്ക് വേദവെളിച്ചം എന്ന ഈ മഹത്തായ മാനവിക സന്ദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതുകൊണ്ട് ആധുനിക ലോകം ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലേ? അതുകൊണ്ട് നാം സൗഹൃദ സമീപനങ്ങൾ ഒന്നുകൂടെ ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട്. 1-ാം കാലത്ത് ഓണനിലാവത്ത് ഒച്ചയിലാതിരപ്പാട്ട് വന്നു. 2-ാം കാലത്ത് രാമനും രാമായണ കഥ കുട്ടുവന്നു. 3-ാം കാലത്ത് മുക്കുറ്റി പൂത്തു, നാരകം പൂത്തു, നിലാവ് പൂത്തു. 10-ാം കാലം ഇതായപ്പം 10-ാമത്തെ കാലത്ത് നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുക. 10-ാം കാലം ഇതിക്കാലം നാം ഒച്ചയനക്കമൊളിച്ചു വെച്ചു. മുറ്റമിടുങ്ങിയ പൊത്തുകളിൽ വർണ്ണപ്പെട്ടിയിൽ നാട്ടു തനിമ കണ്ടു. അത്തം കണ്ടാതിര നൃത്തം കണ്ടു, ഒപ്പം പുതിയ പലതു കണ്ടങ്ങനെ കണ്ടിരിക്കുന്നു നാം. കണ്ടില്ല നമ്മെ മാത്രം. പാഠം പഠിച്ചിടാം കൂട്ടുകാരെ, ഒരു പാഠം പഠിക്കുന്ന കാലം വരെ. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.